വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടാണ്. കാര്യം ഇതിൽ മുഖ്യമന്ത്രി ഇന്നലെ ഗവർണറെ സ്വീകരിക്കാൻ പോയിരുന്നു. ഗവർണർക്ക് പൂച്ചെണ്ട് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി രാഷ്ട്രീയമായ വിയോജിപ്പുകളോടുകൂടി തന്നെയും പല ഘട്ടങ്ങളിലും ഗവർണറുടെ രാജ്ഭവനിലേക്ക് പോവുകയും വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. മാത്രമല്ല ഇന്നലെ യാത്രയക്കാരും പോയി അമ്പരപ്പിച്ചു കഴിഞ്ഞു. 1.25 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഒരു അമ്പരപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷേ തിരിച്ച് യാത്രയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കറും കൂടി പോകുന്നുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണല്ലോ പോകേണ്ടത്. മുഖ്യമന്ത്രിയും സ്പീക്കറും കൊണ്ടുപോയി യാത്ര അയക്കുന്നുണ്ട്, വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഇന്നും കടന്നു വരുന്ന വഴിക്ക് ആദ്യം കൈകൂപ്പുന്നുണ്ട്. ആദ്യം എത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എത്തിയതിന് ശേഷമാണ് ഗവർണർ വരുന്നത്. പക്ഷേ ഗവർണർ മൈൻഡ് ചെയ്യാതെ നേരെ പോകുന്നു, ദേശീയ പതാക ഉയർത്തുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഗവർണർ പൊതുസമൂഹത്തിന് നൽകേണ്ട മാതൃകാപരമായ ഒരു ചിത്രമല്ല എന്നതാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് എത്രയോ വിയോജിപ്പുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആദ്യ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ നെഹ്റു ക്യാബിനറ്റിലേക്ക് എടുക്കാൻ തീരുമാനിച്ചതിൽ ഒരാൾ അംബേദ്കറിനെയാണ്. ആരാണ്? നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമർശകനായിരുന്ന, കോൺഗ്രസ് സീറ്റ് നിഷേധിച്ച് പുറത്തുനിന്ന് മത്സരിക്കേണ്ടി വന്ന അംബേദ്കറിന് നിയമമന്ത്രിയാക്കി. ശ്യാമപ്രസാദ് മുഖർജി, തന്നെ എതിർത്തിരുന്ന ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കുന്നു. ഷൺമുഖം ചെട്ടി, തൻ്റെ സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ വിമർശിച്ചിരുന്ന ഷൺമുഖം ചെട്ടിയെ വിളിച്ച് ധനകാര്യ വകുപ്പ് കൊടുക്കുന്നു. അപ്പോൾ വിമർശിക്കുന്നവരെയും പ്രതിയോഗികളെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയൊരു പാരമ്പര്യമുണ്ടായിരുന്നു സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെന്നേ. അവിടെ സോമനാഥ് ക്ഷേത്രത്തെ ചൊല്ലി രണ്ടുപേർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആർക്കൊക്കെ? പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. GV മൗലങ്കാരനും നെഹ്റുവിനും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. GV മൗലങ്കാരും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ഒരു ഘട്ടത്തിൽ. എൻ്റെ മുറിയിലേക്ക് വരൂ എന്ന് പറയുന്ന സമയത്ത് ഈ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ മുറിയിലേക്കോ ഒരു എക്സിക്യൂട്ടീവിൻ്റെ മുറിയിലേക്കും വരാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ, ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ മുറിയിലേക്ക് വരാം എന്ന് വിനീത വിധേയനായി പോകുന്ന നെഹ്റുവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ പൊസിഷനുകളിൽ ഇരിക്കുന്നവർ ഒരു സമൂഹത്തിൻ്റെ കൂടി മാതൃകകളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വൈജാത്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുക? രണ്ടുപേർ ഇരിക്കുമ്പോൾ വോൾട്ടയർ പറഞ്ഞത് എന്താ? എന്നെ എതിർക്കാനുള്ള നിൻ്റെ അവകാശത്തെ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സംരക്ഷിക്കുമെന്നാണ് വോൾട്ടയർ പറയുന്നത്. അതൊരു കേവലം ഒരു തത്വശാസ്ത്രമല്ല, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയമാണ്. ഇവിടെ വ്യക്തിപരമായി എന്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുണ്ടോ? ഇല്ല. അത് ആശയപരമാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നവർ, റിയൽ എക്സിക്യൂട്ടീവും മറ്റൊരാൾ നോമിനൽ എക്സിക്യൂട്ടീവുമായ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡായി നിൽക്കുമ്പോൾ അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഗവൺമെൻറ് എന്ന് പോലും പറയാൻ കഴിയാതെ ഗവർണർ സഭയെയും സർക്കാരിനെയും അവഹേളിക്കുന്നൊരു നിലപാടെടുക്കുകയാണ് എന്നതാണ് എൻ്റെ പക്ഷം. അവിടെ എന്ത് വിയോജിപ്പുകളുണ്ടെങ്കിലും നിങ്ങൾക്കത് രേഖപ്പെടുത്താൻ എത്രയോ അവസരങ്ങളുണ്ട്. മാത്രമല്ല, ആരാണ് ഈ ഗവർണർ? നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരുന്നൊരു മനുഷ്യൻ. ആരെയാണ് അവഹേളിക്കുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന സ്പീക്കർ അടങ്ങുന്ന ഒരു സഭയെ, പ്രതിപക്ഷ നേതാവിനെ. അതുകൊണ്ടാണ് പ്രതിപക്ഷം രണ്ടാലോചിക്കാതെ പറഞ്ഞത്, ഗവർണർ അവഹേളിക്കുകയാണ് സഭയെ, ഈ സഭയെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് CPM പാർട്ടി നിലപാടായിട്ട് പറയുന്നത്. ഇന്നലെ പാർട്ടി ഒന്ന് ക്ഷമിച്ചു, ആരോഗ്യ കാരണങ്ങളാലായിരിക്കും ഒരുപക്ഷെ പ്രസംഗം ചുരുക്കിയതെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് റിപ്പബ്ലിക് ദിനത്തിലെ ഈ ശരീരഭാഷ കൂടി CPMനെ ആ നിലപാട് എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. CPM തുറന്ന നിലപാട് പറയുന്നു. പദവിക്ക് നിരക്കാത്ത പ്രവൃത്തി, നിലവിട്ട പെരുമാറ്റം പദവിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഇതെല്ലാം അത് കൃത്യമായ നിരീക്ഷണമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു ഗവർണറെ സംബന്ധിച്ച് തീരെ യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഒരു പോപ്പുലർ സോവറിറ്റി അഥവാ ജനാഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സഭയിൽ സാങ്കേതികമായി മാത്രമല്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത്, ഒരു അർപ്പിത മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ച് നാമമാത്രമായി തൻ്റെ പദവിയുടെ അധികാരം ഉപയോഗിച്ച് പോകലല്ല ഗവർണർ ചെയ്യേണ്ടിയിരുന്നത്. ഗവർണർ കൂടി ഒരു മെസ്സേജാണ്. പക്ഷേ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും നിർഭാഗ്യകരമായ കാഴ്ച ഇരുവരും മിണ്ടാതിരിക്കുന്ന കാഴ്ചയായിരുന്നു. Meet the editors.